കാറ്റത്തെ കിളിക്കൂടും പത്തര മാറ്റമൊന്നും ഏപ്രിൽ 18-ാം തീയതി മുതൽ ഇല്ല. ഇതിനൊക്കെ കാരണം എന്താണ്? കോമഡി കുക്സ് വരുന്നത് കൊണ്ടാണ്. കോമഡി കുക്സ് ഏപ്രിൽ 18-ാം തീയതി തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് ഈ സീരിയലുകൾ ഇല്ല. ഇത് മാത്രമല്ല, നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 ഇല്ലേ, മലയാളത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക സംഗീത റിയാലിറ്റി ഷോ, ആ ഷോയും ഇല്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബാക്കിയുള്ള സീരിയലുകൾ പോലെ തന്നെ ഈ സീരിയലുകളെ ഇപ്പൊ തഴഞ്ഞെറിഞ്ഞിരിക്കുകയാണ്. ആകെ 1-2 സീരിയൽ മാത്രമാണ് നമ്മൾ ശനി ഞായറും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അതുകൂടി ഇല്ലാതായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോമഡി കുക്സിന്റെ അപ്ഡേറ്റുകൾ പറയാനുണ്ട്, സീരിയലുകളുടെ സമയം മാറുന്നത് കേസ് പറയാനുണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റാർ സിംഗർ സീസൺ 10 ടൈം ചേഞ്ചിന്റെ കാര്യവും പറയാനുണ്ട്. എല്ലാ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ടെലിവിഷൻ അപ്ഡേറ്റ്സുകൾക്കായിട്ട് മറക്കാതെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഇപ്പൊ തന്നെ ഫോളോ ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുത്. അപ്പോ തുടക്കം മുതലേ പറയുവാണെങ്കിൽ നമ്മുടെ കോമഡി കുക്സ് തുടങ്ങാൻ പോവാണ്. ഏപ്രിൽ 18-ാം തീയതിയാണ് അതിന്റെ ലോഞ്ച് വരുന്നത്. ഏപ്രിൽ 18-ാം തീയതി മുതൽ ശനിയും ഞായറും രാത്രി 9 മണിക്കാണ് അതിന്റെ ലോഞ്ച്. ഓക്കെ, അപ്പം അത് 9 മണിക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ എന്താണ് 9 മണിക്ക് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ ശനിയും ഞായറും? നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 ആണ്. അപ്പൊ സ്റ്റാർ സിംഗർ സീസൺ 10 ഉടനെ പൂട്ടിക്കെട്ടിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പൊ സ്റ്റാർ സിംഗർ സീസൺ 10 എന്ത് ചെയ്യും? എടുത്ത് 8 മണിയിലേക്ക് ഇടും. 8 മണി മുതൽ 9 മണി വരെ സ്റ്റാർ സിംഗർ സീസൺ 10 ആയിരിക്കും. നിലവിൽ അതാണ് അറിയാനായിട്ട് കഴിയുന്നത്. അങ്ങനെ സ്റ്റാർ സിംഗർ 8 മണി മുതൽ 9 മണി വരെ ഇടും. അപ്പോൾ ഈ 8 മണി മുതൽ 9 മണി വരെ എന്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? സീരിയൽസ് ആയിരുന്നു. ഏത് സീരിയല്? 8 മണിക്കുള്ള കാറ്റത്തെ കിളിക്കൂടും, 8:30-ക്കുള്ള പത്തര മാറ്റും. ഈ 8 മണിക്കും 8:30-ക്കും ഉള്ള കാറ്റത്തെ കിളിക്കൂടും പത്തര മാറ്റും ശനിയും ഞായറും ഇനി നമുക്ക് കാണാനായിട്ട് പറ്റില്ല. മറ്റത് എല്ലാ ദിവസവും ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. 7 മണി തൊട്ട് 9 മണി വരെ എല്ലാ ദിവസവും സീരിയലായിരുന്നു അല്ലേ? ചെമ്പനീർ പൂവ് 7 മണിക്ക് അല്ല, മഴതോരം മുൻപ് 7 മണിക്ക്, ചെമ്പനീർ പൂവ് 7:30-ക്ക്, 8 മണിക്ക് കാറ്റത്തെ കിളിക്കൂട്, 8:30-ക്ക് പത്തര മാറ്റ്. ഈ 4 സീരിയലും എല്ലാ ദിവസവും ഉണ്ടായിരുന്നതാണ്. പ്രൈം ടൈമിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന സീരിയലുകളാണ്. പക്ഷേ ഇനി മുതൽ പത്തര മാറ്റും കാറ്റത്തെ കിളിക്കൂടും സാറ്റർഡേയും സൺഡേ ഇല്ല. മൺഡേ ടു ഫ്രൈഡേ മാത്രമേ പത്തര മാറ്റും അതുപോലെ തന്നെ കാറ്റത്തെ കിളിക്കൂടും ഉള്ളൂ. ചെമ്പനീർ പൂവും മഴതോരം മുൻപേ അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് കാണാൻ പറ്റും. മൗനരാഗം മനോരോഗവും അതുപോലെ തന്നെ സാന്ത്വനം 2 മൺഡേ മുതൽ സാറ്റർഡേ വരെയാണ്. നിങ്ങൾക്ക് അറിയാലോ, സാറ്റർഡേ വരെയാണ്. 6:30 സ്ലോട്ടിലായതുകൊണ്ട് അത് സാറ്റർഡേ വരെയാണ്. പിന്നെ സ്നേഹക്കൂട്ട്, ടീച്ചറമ്മ, ഈ പുഴയും കടന്ന്, അഡ്വക്കേറ്റ് അഞ്ജലി, പവിത്രം, ഇതൊക്കെ മുൻപേ ഉണ്ടായിരുന്നത് പോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ ആണ്. സെയിം സമയം തന്നെയാണ്. ആ സമയത്തിലൊന്നും യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നും നാളെയും സ്റ്റാർ സിംഗറിന്റെ പുതിയ എപ്പിസോഡ് വരും. ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്രൊമോയോ അല്ലെങ്കിൽ ആ എപ്പിസോഡിനകത്ത് തന്നെ മിക്കവാറും പറയും എത്രാം തീയതി, ഏപ്രിൽ 18-ാം തീയതി മുതൽ നമ്മൾ 8 മണിക്കാണ് നമ്മുടെ ഷോ എന്ന് പറയുമായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോ വരുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താ പത്തര മാറ്റും അതുപോലെ തന്നെ കാറ്റത്തെ കിളിക്കൂടും മൺഡേ ടു ഫ്രൈഡേയിലേക്ക് വെട്ടിക്കുറച്ചതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഫിക്ഷന്റെ കൂടെ നോൺ ഫിക്ഷൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ആഴ്ചയിൽ 2 റിയാലിറ്റി ഷോ ആയി. അതായത് വീക്കെൻഡ്സിൽ ഏതൊക്കെ? കോമഡി കുക്സുമായി, സ്റ്റാർ സിംഗർ 10-ഉമായി. അപ്പൊ ഇങ്ങനെ ഒതുങ്ങി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ 2 സീരിയലെങ്കിലും സാറ്റർഡേ സൺഡേ ഉണ്ടല്ലോ. പക്ഷേ അത്യാവശ്യം TRPയിൽ മുന്നിട്ട് നിൽക്കുന്ന ടോപ്പ് 5-ലുള്ള 2 സീരിയലാണ് പത്തര മാറ്റും കാറ്റത്തെ കിളിക്കൂടും. തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം കാറ്റത്തെ കിളിക്കൂടും നമ്പർ 2nd പൊസിഷനിലാണ് നിൽക്കുന്നത്. 13 പോയിന്റ് ഉണ്ടായിരുന്നു ഇത്തവണ. അതുപോലെ തന്നെ പത്തര മാറ്റ് 3rd പൊസിഷനിൽ നിൽക്കുന്ന ഒരു സീരിയലാണ്. ഈ 2 സീരിയലുകളും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരാധകർക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ള 2 സീരിയൽസ് ആണ്. അപ്പം ആഴ്ചയിൽ 2 ദിവസം വെട്ടി കുറയ്ക്കുമ്പോൾ അതിന്റെ TRP അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് IPL-ന്റെ ഒക്കെ സമയമാണ്, അഫക്റ്റ് ചെയ്തിരിക്കുവാണ്. എല്ലാ സീരിയലിനെയും കാര്യമായി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന വരുന്ന ഒരു സാധനം 1-2 ദിവസം ബ്രേക്ക് വരുമ്പോൾ അതിലൊരു ഇതുണ്ടാവും, ഒരു ചെറിയൊരു ഇതുണ്ടാവും. നമുക്ക് കാണാനുള്ള ഒരു സാധനം ഡെയിലി കണ്ടുവരുമ്പോൾ എൻ്റെ ഒരു ഫോളോ അപ്പ് നഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടാവും. എന്നാലും 2 ദിവസമല്ലേ പോകുന്നുള്ളൂ എന്ന് ആലോചിച്ച് ആശ്വസിച്ച് സമാധാനിക്കാം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പറയാം. നിലവിൽ സ്റ്റാർ സിംഗറിന്റെ പ്രൊമോസോ അല്ലെങ്കിൽ ഇത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊന്നും വന്നിട്ടില്ല. അത് വരുമ്പോൾ നമുക്ക് ഒഫീഷ്യലി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ പുതിയ സീരിയൽ ഇവർ വിവാഹിതരായാൽ അതിന്റെ 2-3 പ്രൊമോസ് അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതിൻ്റെ ഒരു പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് റിവ്യൂ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ആ സീരിയലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും അത് പ്രൈം ടൈമിൽ തന്നെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. 7 to 9 എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. വീണ്ടും നമ്മുടെ ടൈം ഷിഫ്റ്റ് ആവും. മൗനരാഗം തീരുന്നതോട് കൂടിയായിരിക്കും ഇവർ വിവാഹിതരായാലും വരുന്നത്. അപ്പം മൗനരാഗത്തിന്റെ സോട്ടിലേക്ക് ഏത് സീരിയലായിരിക്കും പോവുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മൗനരാഗത്തിന്റെ ആ ഒരു സമയം ഏത് സീരിയലായിരിക്കും? മൗനരാഗം 6 മണിക്കല്ലേ?
6 മണിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. 6 ആണോ 6:30 പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സ്ലോട്ടിലേക്ക് ഏത് സീരിയൽ വരും? എന്തായാലും പ്രൈം ടൈമിലെ പുതിയ സീരിയൽ പ്രൈം ടൈമിലേക്ക് ഏറ്റെടുത്തുള്ളൂ. അതും ഇവർ വിവാഹിതരായാൽ അത്രയും 2 താരജോഡികൾ അവർ കൊണ്ടുവരുന്നത് ഒരു പവറിന് വേണ്ടിയിട്ടാണ്. അപ്പം അതെന്തായാലും പ്രൈം ടൈമിൽ കയറുമ്പോഴത്തേക്കും ഈ 4 ഫേവറേറ്റ് സീരിയൽസിൽ ഒരെണ്ണം നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ എഴുതി വെച്ചിരുന്നോ ഏതൊക്കെ? മഴതോരും മുൻപേ, ചെമ്പനീർ പൂവ്, പത്തരമാറ്റ്, കാറ്റത്തെ കിളിക്കൂടി. ഈ 4 ഒരെണ്ണം അവിടെ നിന്ന് മിക്കവാറും പറക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് അറിയുമ്പോൾ നിങ്ങളോട് ഉറപ്പായിട്ടും പറയാം, മിക്കവാറും ഏപ്രിൽ അവസാന വാരത്തോടു കൂടി ഇവർ വിവാഹിതരായാൽ എത്തും. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളാകട്ടെ വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.